off your hands. But I never said you have a job. Meat. I'll send you a nice box of Christmas meat. Best I can do. Get out of here. Bring me more photos. Hi. Hi. Mr. Jameson told me to give that to you. Ah. Welcome to the Daily Bugle. Thank you. I'm Peter Parker. I'm a photographer. Yes, I can see that. വാപ്ജി വാപ്ജി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിന്നോട് ആരാ ഇത്ര രാവിലെ കയറി വരാൻ പറഞ്ഞത്? അതെങ്ങനെയാ? ആർക്കും കയറി വരാൻ പാകത്തിന് മുനിഷ്ത ഡോറിങ്ങനെ തുറന്ന് മലത്തി ഇട്ടിരിക്കല്ലേ? കഥ അടച്ചിട്ടില്ലേ? ഇല്ല, കഥ അടച്ചിട്ടില്ല. TV ഓഫ് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ആഹാരം കഴിച്ച പാത്രം പോലും എടുത്തു വെച്ചിട്ടില്ല. ഇതാണ് 2 ദിവസം ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറിക്കളഞ്ഞ് ഈ വീടിന്റെ ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക് കോലം മാറ്റിക്കളയും. ആ ഞാൻ 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മഴക്കാലത്ത് ഈ ജനൽ ഇങ്ങനെ തുറന്നിടരുതെന്ന്. ആരോടാ പറയണേ? അതെ, പനി വല്ലതും വന്നു കിടന്ന് എടുക്കാൻ എനിക്ക് ലീവൊന്നുമില്ല. കാശ്മീർ എങ്ങനെയുണ്ട്? പഴയ പോലൊക്കെ തന്നെ ഉണ്ടോ? പിന്നല്ലാതെ പഴയ പോലൊക്കെ തന്നെ. ഇന്നലെ ഉണ്ടായി ഒരു ബോംബ് ബ്ലാസ്റ്റ്. എന്നിട്ടെന്താ? കർഫ്യൂ ആയി, പ്രൈം മിനിസ്റ്ററുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു, ഞങ്ങൾ അവിടുന്ന് നിങ്ങടെ പോന്നു. എത്ര പേര് മരിച്ചു? 4 കണക്ക്. 40 ഉണ്ടാവും. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും? ഇല്ല, ഒന്നും പറ്റിയില്ല. ഞങ്ങളെല്ലാരും ഒരു 10-20 കിലോമീറ്റർ അകലെയായിരുന്നു. അല്ലെങ്കിലും മരിക്കുന്നത് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനാ. അവരെ കൊന്നൊടുക്കിയിട്ട് ആർക്കെന്ത് കിട്ടാനാ? വാപ്പച്ചി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നാണ് എന്റെ സമാധാനം. എനിക്കെന്തെങ്കിലും പറ്റിയാ പിന്നെ എന്റെ വാപ്പച്ചിക്ക് ആരാ ഉള്ളേ? ബെസ്റ്റ്. വാപ്പ ഒറ്റയ്ക്ക് 2 ദിവസം കൂടെ കഴിഞ്ഞാൽ മതി, ഈ വീട് മുഴുവൻ കോളമാകും. ഇതെല്ലാം ഒന്ന് നേരെ ആക്കണമെങ്കിൽ അതിനല്ലേ നീ. ഓ, അതിനല്ലേ നീ. ഓൾഡ് മാൻ, ഒന്ന് എഴുന്നേറ്റ്. ഇനി അങ്ങോട്ട് പോയി നോക്ക് ഇപ്പൊ മുറിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. ദാ പോയി നോക്ക്. മാക്സിമം വൃത്തിയേടാക്കും. ബാപ്പച്ചി, സൈറ, സൈറ,
Subuh gawah hati cuy. Mesyana hadiwan. अरे मंसूर भाई आदाब भाई आदाब എന്താ സലീം ഒരു കമ്പിളി പുതപ്പ് വേണം ആ ആജാ ആജാ ഇതിലേതാ വേണ്ടേ ഡോ തന്നോടാ ചോദിച്ചേ ഏതാ വേണ്ടെന്ന് ഏതായാലും മതി ഏതായാലും മതി ഏതായാലും മതിന്നോ അത് മതി അത് മതി ഇതോ അത് തന്നെ അത് തന്നെ കസിക്കുന്നില്ല മൃഗൻ ദാ. ആ ഇനി സലീം ചെല്ല് ആ. എന്റെ കടയിൽ ആരും ഇല്ലല്ലോ Okay, good night. ഗുഡ് നൈറ്റ് കൊടയില്ലല്ലോ Hey, it's all right. Bye. ആരാ ഡ്രോപ്പ് ചെയ്തത്? അൽത്താഫ്, ഞാൻ പറഞ്ഞിട്ടില്ലേ പൂനെയിൽ എന്നോട് പഠിച്ച ആ. ആളിപ്പോ ഞങ്ങളുടെ MD ആയിട്ട് ഭയങ്കര ക്ലോസാ. പോയ കാര്യം എന്താ വാപ്പിച്ചെന്താ ചോദിക്കാത്ത? അതെന്തത്ര ചോദിക്കാനുള്ളത്? കണ്ടാൽ അറിഞ്ഞൂടെ, ജോലി കിട്ടിയിട്ടുണ്ടാവും. Yes. Your observation is absolutely right. മാത്രമല്ല ഒരു സ്റ്റൈലൻ അസൈൻമെന്റും കിട്ടി. അതെ, PM-ന്റെ പ്രോഗ്രാം കവർ ചെയ്യാൻ we are going to Kashmir next week. എന്താ നോക്കുന്നത്? അള്ളാന്ന് വാപ്ചയുടെ പേര് യൂസ് ചെയ്തിട്ടില്ല. എന്റെ സ്റ്റൈലൻ വാചകം അതിലവര് വീണു. അപ്പൊ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എഴുതി എന്റെ കയ്യിൽ തന്നു. നാളെ ഞാൻ ജോയിൻ ചെയ്യുന്നു. വാപ്ചി, എന്താ വാപ്ചിക്ക് ഒരു സന്തോഷമില്ലാത്തത്? എന്താ എന്നെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാത്തത്? ഇന്ത്യൻ ഇവിടെ റിപ്പോർട്ടർ എന്ന് പറഞ്ഞാ ഇസ് ഇറ്റ് എ സ്മോൾ തിങ്? ഈ ഇന്ത്യൻ ടിവിക്ക് മുമ്പൊരു പത്രം ഉണ്ടായിരുന്നു, ഇന്ത്യൻ ടൈംസ്. അന്നതിലൊരു വാർത്ത വന്നു, എൻ്റെ വാപ്പ പാകിസ്ഥാൻ ചാരനാണെന്ന്. കുറച്ചു കാലം വാപ്പ പാകിസ്ഥാനിൽ താമസിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ആ ഒരു വാർത്തയുടെ പേരിൽ അന്ന് വാപ്പ അനുഭവിച്ച മാനസികമായ പീഡനം. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, അന്ന് കാണിച്ച നെറുകേടിന് അതേ വാപ്പയുടെ ചെറുമോക്ക് അവരുടെ ടെലിവിഷൻ ചാനലിൽ ജോലി കൊടുക്കേണ്ടി വരിക. അതാണ് കാലത്തിൻ്റെ മറുപടി. പക്ഷേ ഈ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള ജോലിയാണ്. ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് കാശ്മീരിലോട്ടൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്നും ബോംബും വെടിയും. അതിപ്പോ കാശ്മീരിൽ മാത്രമല്ലല്ലോ, എവിടെ പോയാലും ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി. ലോകമെമ്പാടും കലാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം എന്നറിയോ? എന്താ? മനുഷ്യന്റെ മനസ്സിൽ നിന്നും ശുദ്ധ സംഗീതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അത് വാപ്ചിയുടെ ഇന്റർപ്രിട്ടേഷൻ. നയിക്കുന്നവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും നയിക്കുന്നവരെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുക, അതല്ലേ വാപ്ചി യഥാർത്ഥ കാരണം. എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. നയിക്കുന്നവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും നയിക്കുന്നവരെ അന്ധമായി വിശ്വസിക്കുകയും ചെയ്യുക. അതും ശരിയാണ്. അല്ലാ, എനിക്ക് സമാധാനായി. ഇന്നെങ്കിലും എന്റെ ഒരു ഒപ്പീനിയൻ വാപ്ചി സമ്മതിച്ചല്ലോ. എനിക്കിനി ഒന്നും വേണ്ട. അൽത്താഫിന്റെ വക ചെറിയൊരു ഡിന്നർ ഉണ്ടായിരുന്നു, വാപ്ചി കഴിച്ചോ? ഓക്കേ. ആ, ഇപ്പോഴല്ല, ഞാൻ ഉറങ്ങട്ടെ. വാപ്ചി പോയി തബല വായിക്കും, എനിക്ക് ഉറങ്ങാനാ.
തലയോ വാലോ? വാല്. തലയാണേ. തലയോ വാലോ? തല. വാല്. തലയോ വാലോ? തല. തല. ഷേ, ഷെൽവനോട് ഇല്ല കളി. തലയോ വാലോ? വാല്. നാശം പിടിച്ച ദിവസം. ഇന്ന് ഒരു കോളും ഒത്തില്ല. ഇനി അറുമുഖന്റെ ചീത്തവളിയും കൂടെ കേൾക്കണം. എപ്പോഴും വിചാരിക്കുന്നതാ ഈ നശിച്ചപണി നിർത്തണമെന്ന്. പക്ഷെ അറുമുഖൻ എനിക്കയാളെ പേടിയാ. ദുഷ്ടനാ. ഇനി പോക്കറ്റടിക്കാൻ പോയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊന്നുകളയും. ഇനി അയാളെ നിന്ന് ഓടിപ്പോയാലേ രക്ഷയുള്ളൂ. സൈറ റെഡി. ഓക്കെ, ഇതാ വരുന്നു. If you're ready, we can start, sir. Okay, start camera. റോളിംഗ്. Okay, you can start, sir. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങളുടെ സംഘടനയെ ഒരു മുസ്ലിം തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടന മാത്രമാണ് ഞങ്ങളുടേത്. എന്നെ അതിൻ്റെ നേതാവെന്നൊന്നും വിശേഷിപ്പിക്കരുത്. ഞാൻ വെറുമൊരു പ്രവർത്തകൻ മാത്രമാണ്. ഇന്ത്യ എന്ന ഈ ഹിന്ദു രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ക്രൂരമായ പീഡനങ്ങളും അവഗണനകളുമാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അസംഘടിതരായ ഒരു സമൂഹത്തെ എന്നും തളച്ചു നിർത്താനാവില്ല. ക്രൂര പീഡനങ്ങൾക്കിരയായവർ ഒന്നിച്ചുകൂടി അതിനെതിരെ പ്രതികരിക്കുമ്പോൾ അതിനെ ടെററിസം എന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ല. ഈ ലോകമാകെ ഇന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ സംഘടിതമായ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇറാഖും അഫ്ഗാനിസ്ഥാനും തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? ഇത്തരത്തിൽ മുസ്ലിം സമുദായത്തിനെതിരായ പ്രവർത്തനങ്ങൾ നേരിടുന്നതിനായി മുസ്ലിം ജനതയുടെ ആഗോളതലത്തിലുള്ള ഏകീകരണമാണ് അൽ ജിഹാദിയുടെ ലക്ഷ്യം. കാശ്മീർ പ്രശ്നത്തിൽ താങ്കളുടെ സംഘടനയുടെ നിലപാടെന്താണ്? കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാശ്മീർ ജനതയുടെ പോരാട്ടത്തിന് ഞങ്ങൾ ആളും അർത്ഥവും നൽകി സഹായിക്കുന്നു. കാശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ ടെററിസം അല്ലെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും കാശ്മീരിലേത് ഒരു സ്വാതന്ത്ര്യ പോരാട്ടമാണ്. ന്യായമായ ഈ പോരാട്ടത്തെ സഹായിക്കുന്നത് എങ്ങനെ തീവ്രവാദമാകും? ഓക്കെ സർ, ബട്ട് ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചുകൊണ്ട് വിദേശ സഹായം നേടി ഇന്ത്യക്കെതിരെ പോരാടുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഞങ്ങൾക്ക് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ രാജ്യങ്ങളുടെ പേരുകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞങ്ങൾ മുസ്ലിം സമൂഹത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. മുസ്ലിം ജനതയെ ദ്രോഹിക്കുന്ന ആർക്കെതിരെയും ഞങ്ങൾ പ്രതികരിക്കും. ആരുടെയും സഹായം ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. അധികാരികൾ ഞങ്ങളെ നിരോധിച്ചിരിക്കുകയാണ്. ഒളിവിലാണിപ്പോൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആദ്യമായാണ് ഞാനൊരു അഭിമുഖം നൽകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കാനാണ് ഇത്തരമൊരു അഭിമുഖം അനുവദിച്ചത്. ഓക്കെ സർ, ഓൺലി വൺ മോർ ക്വസ്റ്റ്യൻ റിമൈനിങ്. താങ്കൾ ഞങ്ങളുടെ ഭാഷ വളരെ അനായാസമായി സംസാരിക്കുന്നു. ഹൗ മച്ച് ലാംഗ്വേജ് യു ഹാവ് നോൺ? ഒരിക്കൽ ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു പുഷ്പം കാണിച്ചു കൊടുത്തു. ഗുരു ചോദിച്ചു, എന്തു തോന്നുന്നു? ശിഷ്യന്മാരിലൊരാൾ പൂവിനെക്കുറിച്ച് ഒരു നീണ്ട പ്രഭാഷണം നടത്തി. മറ്റൊരാൾ പൂവിനെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു. മറ്റൊരാൾ ഒരു കവിത ചൊല്ലി. മിണ്ടാതിരിക്കുന്ന നാലാമനോട് ഗുരു ചോദിച്ചു,
നിനക്ക് ഒന്നും പറയാനില്ലേ? അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ ആ പുഷ്പത്തെ അറിയുകയാണ്. ആ നാലാമത്തെ ശിഷ്യന്റെ മനസ്സാണ് എനിക്ക്. ഞാൻ ഈ ലോകത്തെ അറിയുകയാണ്. ലോകത്തെ എൻ്റെ സഹോദരന്മാരെ അറിയുകയാണ്. ചിതറിക്കിടക്കുന്ന ഒരു വലിയ അഭയാർത്ഥി സമൂഹം പോലെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എൻ്റെ മുസ്ലിം സഹോദരന്മാർ ജീവിക്കുന്നുണ്ട്. അവരുമായി അവരുടെ ഭാഷയിൽ സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ആ വികാരത്തോടെ തന്നെ മനസ്സിലാക്കാൻ ഇതെന്നെ സഹായിക്കും. ഓക്കെ, കട്ടിട്ട്. താങ്ക് യു മിസ്റ്റർ ഖാസിം. എടുത്തോ. നിങ്ങളെ ഇവർ കാടിന് പുറത്ത് സുരക്ഷിതമായി എത്തിക്കും. ഇൻഷാ അല്ലാഹ്. ഓക്കെ സർ. എൻ്റെ ദൈവമേ, ഇപ്പോഴേ ശ്വാസം നേരെ വേണം. ജീവനോട് തിരിച്ചു വരാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. അല്പം റിസ്ക് എടുത്താൽ എന്താ? ദിസ് ഇന്റർവ്യൂ വിൽ ബിക്കം സെൻസേഷണൽ. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള കാശ്മീർ ജനതയുടെ പോരാട്ടത്തിന് ഞങ്ങൾ ആളും അർത്ഥവും നൽകി സഹായിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കാനാണ് ഇത്തരമൊരു അഭിമുഖം അനുവദിച്ചത്. Flimsy excuses for communal terrorism. Really? ഹലോ. യെസ്, വൺ മോമെന്റ്. നിനക്കാ സ്റ്റുഡിയോ ഇന്ന്. ഹലോ. പ്രോഗ്രാമിന് വളരെ നല്ല റെസ്പോൺസ് ആണ്. ഫോൺ വിളികളുടെ ബഹളം തന്നെ. ഗുഡ്. ഇപ്പോൾ വിളിച്ചിട്ട് വെച്ചതേ ഉള്ളൂ. അപ്പോ നമ്മൾ വിചാരിച്ച പോലൊക്കെ തന്നെ കാര്യങ്ങൾ നടന്നു അല്ലേ? തീർച്ചയായും. ഓക്കെ മാൻ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, സീ യു ടുമോറോ. ബൈ ബൈ. ബൈ. Popchi, this interview is going to be explosive. യു സീ ഇറ്റ് ഈസ് ഹൈലി കോൺട്രവേഴ്സ്യൽ. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആൾക്കാർ വന്നിരുന്നു. ലോകം മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത തീവ്രവാദിയുമായി എങ്ങനെ അഭിമുഖം നടത്തിയെന്ന് അവർക്കറിയണം. സൈറ, ബി കെയർഫുൾ. ഏതു സമയവും പോലീസിന്റെ അന്വേഷണം ഉണ്ടാവാം. സോ വാട്ട് സർ? അവരവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ട് ഖാസിം അബ്ബാസിനെ പോലുള്ളവരെ കണ്ടെത്താനാവുന്നില്ല. ഞാൻ എൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നത് കൊണ്ട് ഖാസിം അബ്ബാസിനെ പോലുള്ളവരെ തേടിപ്പിടിക്കുന്നു. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. മറഞ്ഞിരിക്കുന്ന വ്യക്തികളെയും സത്യത്തെയും പുറത്തു കൊണ്ടുവരിക എന്നതാണല്ലോ ഒരു മാധ്യമപ്രവർത്തകയുടെ ധർമ്മം. Am I right, sir? ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. Well, keep up the spirit. You can make wonders. Thank you, sir. രാജീവ് ഒന്ന് ഫാസ്റ്റ് ആയിക്കോട്ടെ, നാളെ പോകേണ്ട എപ്പിസോഡാണ്. കഴിഞ്ഞു. ആ ലൈറ്റ് ഒന്ന് സോഫ്റ്റ് ചെയ്തേ. ഈ സീൻ എത്ര ഷോട്ടാ? ഒറ്റ ഷോട്ടാടോ, കൂടുതൽ ഷോട്ട് ചെയ്യാനൊന്നും സമയമില്ല. നാളെ പോകേണ്ട എപ്പിസോഡാണെന്ന് എനിക്ക് അറിയില്ലേ? ഹായ് സൈറ. ഹലോ, താൻ തിരക്കിലാണോ? ഏയ് അല്ല, നിന്റെ പ്രോഗ്രാം ചിലരുടെ ഉറക്കം കെടുത്തിയെന്നാണല്ലോ കേൾക്കുന്നത്. MD പറഞ്ഞു, ഞാനിപ്പോ കണ്ടിട്ട് വരാ. ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അന്വേഷണത്തിനായി വന്നിരുന്നു. ഒരുപക്ഷെ നിന്റെ അടുത്തേക്കും വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ ആരും വന്നില്ല. ബി കെയർഫുൾ. ടെററിസ്റ്റ് ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് പോലീസ് ഒരൽപ്പം അലേർട്ടായിരിക്കും. നീ ഖാസിം അബ്ബാസിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്തു എന്നായിരിക്കും അവർക്കറിയേണ്ടത്. ഏതായാലും അവര് വരട്ടെ. ഇത്തരം പോലീസ് എൻക്വയറീസ് ഒക്കെ നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമല്ലേ. ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ്. മാഡം, അതെ, പട്ടുസാരി മാറ്റി വെള്ളസാരി എടുക്കാൻ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് കേൾക്കുന്നില്ല. ഒരേ നിർബന്ധം.
താൻ എന്തെങ്കിലും ചെയ്യടോ. ഭർത്താവിന്റെ മരണശേഷമുള്ള സീന്, ആ സീനിലും പട്ടുസാരി എടുത്ത് അഭിനയിക്കുമെന്ന് പറഞ്ഞ സുനിൽ, നീ എന്തെങ്കിലും പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. സമയം പോന്നു. എന്താ നിന്റെ സീരിയലിലെ പുതിയ ക്രൈം മിഷന്? ഓ, എന്തു പറയാൻ, ഒരിറക്കുമതിയാ തമിഴീന്ന്. ഞങ്ങൾ മെഗാ സീരിയലുകാരുടെ കഷ്ടപ്പാടൊന്നും നിങ്ങൾക്കറിയണ്ടല്ലോ. ഓ, ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണാവോ സീരിയൽ എടുക്കുന്നത്? എന്റെ മോളെ, ഈ സീരിയലൊന്നും ഇല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിലെ സ്ത്രീജന്മങ്ങളുടെ വൈകുന്നേരങ്ങൾ എങ്ങനെ കണ്ണീര് നിറഞ്ഞാകും. ഇതാ വരുന്നു. ഇതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞാൻ വരാം. എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടെങ്കിൽ നീ വിളിക്കണം. ഓക്കേടാ? ഓക്കെ, ആർട്ടിസ്റ്റിനെ വിളിച്ചോളൂ. ശരി മാഡം. വരൂ സർ. വാ. ബാബ്ജി, ദിസ് ഇസ് മിസ്റ്റർ ആനന്ദ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. ഓ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്. എ സൈലന്റ് അഡ്മിറർ. എല്ലാ കാസറ്റുകളും കേട്ടിട്ടുണ്ട്. എനി ഹെൽപ്പ് സാർ? യെസ്, ഇറ്റ്സ് ഒഫീഷ്യൽ. സൈറയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഓക്കെ, ക്യാരി ഓൺ. പ്ലീസ് കം സർ. സോ മിസ് സൈറ, എനിക്ക് ഖാസിം അബ്ബാസിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഐ മീൻ, സൈറ എവിടെ വെച്ചാണ് അയാളെ ഇന്റർവ്യൂ ചെയ്തത്? ഹൂ ഇസ് ദ കണക്ടിംഗ് പേഴ്സൺ? ഐ വാണ്ട് ടു നോ എവറിത്തിങ് റിലേറ്റഡ് വിത്ത് യുവർ ഇന്റർവ്യൂ. ടേക്ക് യുവർ സീറ്റ് സർ. താങ്ക് യു. കാടിന് നടുവിലുള്ള ഒരു നദിക്കരയിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. ഞങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. സോ ഐ കനോട്ട് ലൊക്കേറ്റ് ദ എക്സാക്ട് സ്പോട്ട്. ഖാസിം അബ്ബാസുമായി നിങ്ങളെ കോൺടാക്ട് ചെയ്ത സോഴ്സ് എന്താണ്? സോറി സർ, ഇറ്റ്സ് മൈ പ്രൊഫഷണൽ സീക്രട്ട്. മാധ്യമപ്രവർത്തകർക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന പല സോഴ്സുകളും ഉണ്ടല്ലോ. ഖാസിം അബ്ബാസ് ഇസ് എ വാണ്ടഡ് ക്രിമിനൽ. അയാളുടെ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ആരെയും കസ്റ്റഡിയിലെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഐ ആം നോട്ട് ഇന്റർഫിയറിംഗ് യുവർ പ്രൊഫഷണൽ സീക്രസി, ബട്ട് ഐ വാണ്ട് ടു നോ ദ ഡീറ്റെയിൽസ്. ഐ എം ഹെൽപ്ലെസ് സർ. ആക്ച്വലി ഇറ്റ് ഈസ് ത്രൂ ആൻ അനോണിമസ് ഫോൺ കോൾ. സത്യമാണ് സർ, എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞത് ഒരു അജ്ഞാത ഫോൺ സന്ദേശത്തെ തുടർന്നാണ്. ഫോണിൽ കൂടി വരുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ക്യാമറയുമായി സെൻട്രൽ പ്ലാസയുടെ 2ാമത്തെ നിലയിൽ വെയിറ്റ് ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അവിടുന്ന് രണ്ടുപേർ ഞങ്ങളുടെ കണ്ണുകൾ മൂടിക്കെട്ടി പല പല വാഹനങ്ങളിൽ കയറ്റി ഏതൊരു കാടിന് നടുവിൽ എത്തിച്ചു. തിരികെ കൊണ്ടുവന്നതും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയവരെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? ഡെഫിനറ്റ്ലി സർ. ടെലിഫോൺ സന്ദേശം വന്നത് നിങ്ങളുടെ ഓഫീസ് നമ്പറിലോ സെൽഫോണിലോ? എന്റെ സെൽഫോണിലാണ്. ഏത് നമ്പറിൽ നിന്നാണ് ഫോൺ വന്നത്? പല നമ്പറുകളിൽ നിന്ന് മാറി മാറിയാണ് വിളിച്ചത്. ഞാൻ ആ നമ്പറൊക്കെ ട്രേസ് ചെയ്തിരുന്നു. പല സ്ഥലങ്ങളിലുള്ള പബ്ലിക് ബൂത്തുകളിൽ നിന്നായിരുന്നു ഫോൺ കോൾസ്. 2 കോൾ തമിഴ്നാട്ടിൽ നിന്നും. ഓക്കെ. ഇനിയും ഇതേപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിച്ചാൽ സൈറ എന്നെ അറിയിക്കണം. ഓഫ് കോഴ്സ് സർ. ഓക്കെ ദെൻ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മോളുടെ കൂടെ ഇതുവരെ ജീവിച്ചിട്ടില്ല. എന്നും യാത്രകളും കൺസർട്ടുകളും റെക്കോർഡിങ്ങും. ഇനിയിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ എന്നെ പിരിഞ്ഞു പോകാൻ സമയമായി. ഇതിനിടയ്ക്ക് അവളുടെ കൂടെ കഴിയാൻ കിട്ടുന്ന കുറച്ച് സമയമാണിത്. ഞാനും കുറേ സംഗീതോപകരണങ്ങളും എൻ്റെ മകളും. ഈ ഒരു സമാധാനത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു ബോംബെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. ഒരു ഫോൺ പോലും ചെയ്യാതെ കാര്യങ്ങൾ നേരിട്ട് പറയാമെന്ന് കരുതിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ മാത്രമല്ല, നാരായൺജിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഫെസ്റ്റിവലിൽ അങ്ങുണ്ടാകണമെന്നത്. നാരായൺജിക്ക് എന്നെ നന്നായിട്ടറിയാം, പറഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരു മെസ്സേജ് വായിക്കാം. അടുത്ത ഫെസ്റ്റിവലിന് ഇൻഷാല്ലാ ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്രയും ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. എനിക്കിവിടെ എന്താ തിരക്ക്?
ഐ ആം ടോട്ടലി ഫ്രീ. എന്നാ ഞങ്ങളങ്ങോട്ട്. मेरा नाम आलिफ हसन, आप याद रहेंगे ना? जरूर याद रहेगा. ഹലോ. കൺഗ്രാറ്റുലേഷൻ. അൽ ജിഹാദിയുടെ ശബ്ദം ഈ ലോകത്തെ അറിയിച്ച സൈറ അലിക്ക് അഭിനന്ദനങ്ങൾ. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ഹലോ. ആരാ മോളെ? ഒന്നുമില്ല അബ്ജി, ഒന്നുമില്ല. സൈറമോൾ എങ്ങോട്ട് പോവുക? ദാ ഇതോടെ എടുത്തോ. സൈനുവിന്റെ ഈ വെളുത്ത കൈമേൽ കറുത്ത വളയിട്ട് കാണാൻ നല്ല ചേലുണ്ടാവും. വളം ഞാൻ ചോദിച്ചില്ലല്ലോ. ഇതെന്റെ വക ഒരു സമ്മാനമാണ്. ഞാൻ കയ്യിലിട്ട് തരാം, ഇല്ലെങ്കിൽ ചിലപ്പോ പൊട്ടിപ്പോവും. ഇവിടെ ഇരുന്ന ഹുക്ക് എവിടെ? ഓ, ഈ കേട്ട് കിളവന് ഹുക്ക് വലിക്കാൻ കണ്ട നശിച്ച സമയം. ദാ വരുന്നു. ഇന്ന് വേണ്ട, നാളെ ആവട്ടെ. ഞാൻ തന്നെ ഇത് സൈനുവിന്റെ കയ്യിലിട്ട് തരുന്നുണ്ട്. ഒരു സാധനം ഇവിടെ വെച്ചാ കാണത്തില്ല. സൈറ, ഇനി വന്നേ, ഒരു കാര്യം ചോദിക്കട്ടെ. സലീമേ, നിന്നോടാ ചോദിച്ചത് ഹുക്ക് എവിടെയെന്ന്. ദാ വരുന്നു. കേട്ടിട്ട് ശവം വലിച്ചു വലിച്ചേക്കങ്ങ് തൊലഞ്ഞൂടെ? കാശ്മീരി സാധനങ്ങളൊക്കെ ഇപ്പൊ കുറവാ. ചരക്കെടുക്കാൻ ആരും എത്താറില്ല. എല്ലാവർക്കും പേടിയാ. पूरी मेरी से को बारिया का चंदन. പടം നോക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. സാധു ഗസ്റ്റിന് ഇവളെ ഇങ്ങനെ അലയാൻ വിടാതെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കണം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ബാബ. അതിനെപ്പറ്റി അഹമ്മദ് വിഷമിക്കണ്ട. അവളുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസമില്ലെങ്കിൽ കുട്ടികൾ എങ്ങും അല്ലാതായിപ്പോവും. ഇത് കൂടുതലുണ്ടല്ലോ. സാരമില്ല, പാക്കറ്റിങ് എടുത്തോളൂ. ഭാവിക്ക് ആവശ്യമുണ്ടായിട്ടല്ല ഇതൊക്കെ വാങ്ങുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോ കാലിന് വേദന കൂടുതലുണ്ടോ? കാലിന്റെ വേദന സഹിക്കാൻ ബാബ, പക്ഷെ നാട്ടുകാരെയാ സഹിക്കാൻ പറ്റാത്തത്. എന്താ, ആരെങ്കിലും പിന്നെയും ശല്യപ്പെടുത്താൻ വന്നോ? പിറന്നത് കാശ്മീരിലായി പോയില്ലേ, പോരെങ്കിൽ മുസ്ലിമും. എല്ലാരും സംശയത്തോടെയാ നോക്കുന്നത്. ഇടയ്ക്ക് പോലീസുകാരുടെ ചോദ്യം ചെയ്യല് വേറെ. ഇല്ലായ്മക്കാരനെ പ്രതിമുട്ടിക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യ. ശരിയാവും. ആരുമില്ലാത്തവർക്ക് പടച്ചം തുണിയുണ്ടാവും. ഞാൻ ചോദിക്കുകയാണ്, ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇവിടെ ദിനം പ്രതി വർഗീയ സംഘടനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ആൾക്കാർ തെരുവിൽ മരിച്ചു വീഴുന്നു. ഈ സർക്കാർ അധികാരത്തിലേറിയ കാലം മുതൽ തന്നെ ഈ തെരുവിൽ കൊലപാതകങ്ങൾ, എത്രയോ വർഗീയ സംഘടനകൾ നടന്നിരിക്കുന്നു. ഇന്ത്യയിൽ നടത്തുന്ന എല്ലാവിധ ഭീകരപ്രവർത്തനങ്ങൾക്കുമെതിരെ പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ താക്കീത് നൽകി. ഭീകരപ്രവർത്തനങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കുമെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യക്ക് യാതൊരു ഭയവുമില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ലോക്സഭാ സമ്മേളനത്തിന് ശേഷം പത്രലേഖകർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. President said that this is a matter in which we will have. സ്വാമി തപതീർത്ഥാനന്ദ നാളെ കേരളം സന്ദർശിക്കും. ദ ഹിന്ദു കൾച്ചറൽ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായാണ് അദ്ദേഹം എത്തുന്നത്. നിരവധി തീവ്രവാദി സംഘടനകളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട സ്വാമിക്ക് അതിശക്തമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. അതിനിടെ നിരവധി മുസ്ലിം സംഘടനകൾ തപതീർത്ഥാനന്ദയുടെ കേരള സന്ദർശനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ സ്വാമി തപതീർത്ഥാനന്ദയുടെ നാളത്തെ പ്രോഗ്രാം കവർ ചെയ്യുന്ന ആരാന്നറിയോ? സൈറ അലി ഹുസൈൻ. സൂക്ഷിക്കണം, എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുക പറയാൻ പറ്റില്ല. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും വാപ്ചി. ഒന്നാമത് ഹിന്ദു തീവ്രവാദ സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് സ്വാമി. മാത്രമല്ല, അദ്ദേഹം കേരളം സന്ദർശിക്കുന്നത് ആദ്യമായിട്ടാണ്. ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികം. എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൻ എക്സ്ക്ലൂസീവ് വൺ. ഒരു എക്സ്ക്ലൂസീവിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. സോ യു ഷുഡ് ഗെറ്റ് ആൻ ഇന്റർവ്യൂ അറ്റ് എനി കോസ്റ്റ്. യെസ് സർ.
I'll try my level best. Yes, dear. I trust in your ability. But സ്വാമി ഹൈ സെക്യൂരിറ്റിയിൽ കഴിയുന്ന ആളാണ്. നിരവധി മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളുമാണ്. ഏത് നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് സ്വാമിയുടെ സന്ദർശനത്തെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് എതിർത്തത്. സോ ബി കെയർഫുൾ. Sir. റെസ്ട്രിക്റ്റഡ് മാധ്യമപ്രവർത്തകർക്ക് മാത്രമേ ഹാളിനുള്ളിൽ പ്രവേശിക്കാൻ പോലും അനുമതിയുള്ളൂ. There is only a little possibility to get a chance for an interview. But I think you can do it. Okay, sir. പ്രോഗ്രാം ഡീറ്റെയിൽസ് കിട്ടിയോ? യെസ്, 6 o'clock പ്രോഗ്രാം ആരംഭിക്കും. 5 മണിക്ക് മുമ്പായി തന്നെ മുഴുവൻ ആളുകളെയും സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞ് അകത്ത് കയറ്റും. സോ വി ഷുഡ് റിപ്പോർട്ട് അറ്റ് 4 o'clock ഷാർപ്പ്. Oh, it's 3:30 now. Go fast. Hello. ഞങ്ങൾ എത്തി. We'll be there in 30 minutes. ഞാൻ പറയുന്ന പോയിന്റ്സ് നോട്ട് ചെയ്യണം. ഹലോ. ഹലോ, ഞാൻ നാസർ മല്ലിക്. സൈറ എവിടെ എത്തിയോ? ഇല്ല. എന്താ? സ്വാമി തപതീർത്ഥാനന്ദ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. നഗരത്തിൽ മുഴുവൻ വൻ കലാപമാണ്. സൈറയുടെ ഒപ്പം പോയ ഒരു ക്യാമറ അസിസ്റ്റന്റ് കൊല്ലപ്പെട്ടു. സൈറ ഒഴികെയുള്ളവർ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. സൈറ എവിടെയെങ്കിലും സുരക്ഷിതമായി ഉണ്ടാവും. പേടിക്കാനൊന്നുമില്ല. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. ഹലോ. ഹലോ. CNBC, stay with Lakshmi Narasimha Swami Varili. You can catch special highlights of the Formula 1. ആക്രമണത്തിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്വാമി തപതീർത്ഥാനന്ദയുടെ ഭൗതിക ശരീരം നാളെ സ്വദേശത്തേക്ക് കൊണ്ടുപോകും. കലാപത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ രവിചന്ദ്രൻ ലൈനിലുണ്ട്. ഹലോ. ഹലോ രവി. സുധാകർ, നഗരത്തിൽ കലാപം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നിരത്തുകൾ ഒട്ടുമുക്കാലും വിജനമാണ്. പലരും ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുന്നു. അക്രമം പൂർണ്ണമായും അടിച്ചമർത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഒട്ടേറെ കടകളും വാഹനങ്ങളും അക്രമികൾ തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട്. 200-ലേറെ പേർ കൊല്ലപ്പെട്ടതായി സംശയിക്കുന്നു. ഇന്ത്യൻ ടൈംസ് ടിവിയുടെ ക്യാമറ അസിസ്റ്റന്റ് പ്രശോഭും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നഗരം അക്ഷരാർത്ഥത്തിൽ അക്രമികളുടെ പിടിയിലാണ്. സ്ഥിതിഗതികൾ എപ്പോൾ ശാന്തമാകുമെന്ന് പറയാനാവാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. നഗരത്തിൽ വൻ പോലീസ് സന്നാഹം ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അടിയന്തിരമായി മന്ത്രിസഭാ യോഗം കൂടുമെന്ന് മുഖ്യമന്ത്രി പത്രലേഖകരെ അറിയിച്ചിട്ടുണ്ട്. ITV ന്യൂസിന് വേണ്ടി രവിചന്ദ്രൻ. ഹലോ, ഞാൻ അലിയാണ്. സൈറ അവിടെ വരികയോ ഫോൺ ചെയ്തിരുന്നോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ.
സഹായിക്കാൻ ഒരു പയ്യനുണ്ടായിരുന്നു, അവനൊന്ന് വീട് വരെ പോയി. സൈറ ജീവനോടെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കലാപത്തിൽ മരിച്ച എല്ലാ ആളുകളെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. സൈറ ആ കൂട്ടത്തിലൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് അപ്പോ എൻ്റെ മകൾ. പ്ലീസ് സർ, ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഇൻ പ്രോഗ്രസ്. We can find her. Let's hope the best. ഹലോ, ഞാനാണ് ആനന്ദ്. എന്തായി? അത് നേരിട്ട് പറയാം, ഞാനങ്ങോട്ട് വരുന്നുണ്ട്. കരുണയുടെ പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചത്. ഓവർബ്രിഡ്ജിന് താഴെ തികച്ചും ടയേർഡായ ഒരവസ്ഥയിലായിരുന്നു. കണ്ടപ്പോഴേ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പം തന്നെ ഇൻഫോം ചെയ്യുകയും ചെയ്തു. എനിക്ക് അവിടെ ഒന്ന് കാണണം. ഇങ്ങനൊരവസ്ഥയിൽ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. ഒന്നും ഓർമ്മിച്ചെടുക്കാനോ ആരെയും തിരിച്ചറിയാനോ കഴിയാത്തൊരവസ്ഥയിലാണ്. എല്ലാം ഒന്ന് നോർമലായ ശേഷം കാണുന്നതല്ലേ നല്ലത്. വാപ്പച്ചിയെ കാണുമ്പോൾ അവൾക്കൊരു സമാധാനം ഉണ്ടാവും. അല്ല, വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഓർമ്മ. ഓക്കെ, ലെറ്റ് us try. സാർ വരൂ.
മോളെ മോളെ എന്താ വണ്ടിയിടും സർ, ഞാൻ വന്നത് ഒരു ഒഫീഷ്യൽ കാര്യമായിട്ടാണ്. കമ്മീഷണർക്ക് സൈറെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നാളെ 10 മണിക്ക് ഓഫീസിൽ വാഹനം വയ്ക്കാം. പക്ഷേ ഐ നോ സർ, ബട്ട് സ്വാമിയുടെ മർഡറുമായി ബന്ധപ്പെട്ട് കമ്മീഷണർക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനാണ്. ഒരു പെൺകുട്ടിയോട് ദയവ് കാണിക്കേണ്ട സമയമായത്. ഇപ്പം തന്നെ വേണം ഇതൊക്കെ. I am helpless, sir. Now I am only a messenger. Sir, please.
താനാണോടോ അഹമ്മദ് മൻസൂരി? അതെ സാർ. എവിടെ തന്റെ നാട്? അത് എവിടെയാണോ തന്റെ നാട്? കാശ്മീർ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 10 വർഷമായി സാർ. എന്താ തന്റെ പണി? ചെറിയ കച്ചവടോ. എന്താണോ തന്റെ കച്ചവടത്തിന് പേരില്ലാന്നുണ്ടോ? അല്ല സാർ, കാശ്മീരി സാധനങ്ങളും ശില്പങ്ങളും വിൽക്കുന്ന പണിയാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ എടുക്കാൻ കാശ്മീരിൽ പോകാറുണ്ട്? ഇല്ല സാർ, ഞാൻ പാഴ്സൽ സർവീസിൽ നിന്ന് വരുത്തുക. യാത്ര ചെയ്യാൻ എനിക്കാവില്ലല്ലോ. തന്റെ ബന്ധുക്കൾ ഇപ്പോഴും കാശ്മീരിലുണ്ടോ? ഇപ്പോഴാരുമില്ല. എന്താ കാഴ്ച കാണാൻ നിൽക്കുന്നു? ഈ തെരുവിൽ എത്ര കാശ്മീരികളുണ്ട്? ഇവിടെ ഇപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. തനിക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടോ? ഇല്ല സർ. ഇവിടത്തെ കാശ്മീരി കച്ചവടക്കാർക്ക് നഗരത്തിൽ നടന്ന കലാപവുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. തനിക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഇല്ല സർ, നഷ്ടപ്പെട്ടു പോയി. വ്യക്തമായ രേഖകളോ പാസ്പോർട്ടോ ഇല്ലാത്ത ആളുകളെല്ലാം പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. അത്തരം ആളുകളെ നാട് കടത്താനാണ് സർക്കാർ തീരുമാനം. അതുകൊണ്ട് സ്വമേധയാ ഇവിടം വിട്ട് പോകുന്നതാണ് നല്ലത്. ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ് സാർ? അതൊന്നും എനിക്കറിയില്ല. ഒരാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. തിരിച്ചറിയൽ രേഖയില്ലാത്ത എല്ലാവരും. പറഞ്ഞത് മനസ്സിലായല്ലോ? സാർ, ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ ചാരന്മാരില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഇതാരാണെന്ന് സൈറയ്ക്ക് അറിയാമോ? ഇല്ല സർ. ഇല്ല. നെക്സ്റ്റ്. ഇതോ? അതും അറിയില്ല. ഈ ആളെ സൈറ അറിയും അല്ലേ? ഇല്ല. സൈറ അൽത്താഫിനെ അറിയുമോ? അറിയാം സർ. അപ്പോ അൽത്താഫിനെ അറിയും. എങ്ങനെ? എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അത്രമാത്രമേ ഉള്ളൂ? ഇന്ത്യൻ ടിവിയിൽ സൈറയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്തത് അൽത്താഫാണ് അല്ലേ? അതെ സർ, പക്ഷേ അത് ഞാൻ പറഞ്ഞിട്ടല്ല. ഓക്കെ, ലിവ് ഇറ്റ്. അറിഞ്ഞോ അറിയാതെയോ എന്തായാലും അൽത്താഫ് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ടിവിയിൽ ജോലി കിട്ടിയത്. ഐ മീൻ, നിങ്ങളുടെ എബിലിറ്റിക്ക് പുറമെ അതും ഒരു ഫാക്ടറാണല്ലേ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് സത്യസന്ധമായി മറുപടി പറയണം. കാശ്മീരിൽ പ്രധാനമന്ത്രിയുടെ ഫംഗ്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പോയിരുന്നു അല്ലേ? ഫംഗ്ഷന്റെ തലേന്ന് ബോംബ് സ്ഫോടനം ഉണ്ടായത് കാരണം ഫംഗ്ഷൻ മാറ്റിവെച്ചു അല്ലേ? നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ബോംബ് സ്ഫോടനം നടന്നത് അല്ലേ? സ്വാമി തപതീർത്ഥാനന്ദ കൊല്ലപ്പെടുന്ന സമയത്ത് സംഭവ സ്ഥലത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതെ സർ. നിരോധിക്കപ്പെട്ട അൽ ജിഹാദി സംഘടനയുടെ നേതാവ് ഖാസിം അബ്ബാസുമായി നിങ്ങളൊരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയല്ലേ? അതൊരു രഹസ്യമല്ല. ലോകത്തെവിടെയും കാണാവുന്ന ഒരു ടെലിവിഷൻ ചാനലിലൂടെ നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. only in yes or no. ഓക്കേ സർ. സ്വാമി തപതീർത്ഥാനന്ദയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം അൽ ജിഹാദി സംഘടന ഏറ്റെടുത്ത വിവരം നിങ്ങൾക്കറിയാമോ? അറിയാം സർ. നിങ്ങളും ഖാസിം അബ്ബാസുമായിട്ടുള്ള കൂടിക്കാഴ്ച എവിടെ വെച്ചാണ് നടന്നത്? കാടിനുള്ളിൽ അവരുടെ ഒരു രഹസ്യ സങ്കേതത്തിൽ വെച്ച്. കണ്ണുകൾ മൂടിക്കെട്ടി ജീപ്പിൽ കയറ്റി കാട്ടിലൂടെ കുറെ ഏറെ ദൂരം സഞ്ചരിച്ചെത്തുന്ന ഒരു നദിക്കരയിൽ വെച്ച് അല്ലേ? അതെ സർ. കൊള്ളാം. എ ഗുഡ് എക്സ്പ്ലനേഷൻ ആൻഡ് ടു എ ഗുഡ് ഇമാജിനേഷൻ. ഓക്കെ സേറ, വീണ്ടും നമുക്ക് കാണേണ്ടി വരും. യു ക്യാൻ ഗോ നൗ. താങ്ക് യു സർ. സൈറ, തനിക്ക് ഓഫീസിലേക്ക് വന്നൂടെ? അവിടെ ഷൂട്ടിങ്ങിന്റെ തിരക്കൊക്കെ എൻഗേജ്ഡ് ആവുമ്പോൾ ഈ ലോൺലിനെസ് ഒക്കെ അങ്ങ് മാറൂടോ? വരണം, കുറച്ചുകൂടെ കഴിയട്ടെ. കഴിഞ്ഞ ദിവസം MD കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. നിന്നോട് ചോദിച്ച പോലെ ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോടും ചോദിച്ചു. ഇന്നലെ ഓഫീസിൽ പോലീസിന്റെ തെരച്ചിലുണ്ടായിരുന്നു. റൂട്ടീൻ എൻക്വയറി എന്നാണ് വിശദീകരണം.
ബട്ട് ആക്ച്വലി ഇറ്റ് സീംസ് ടു ബി റേറ്റ്. നിന്റെ കുറേ പ്രോഗ്രാംസിന്റെ കാസറ്റുകളും കൊണ്ടുപോയിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് കാസിം അബ്ബാസിന്റെ ഇന്റർവ്യൂ. കുറെ ഏറെ പേരെ ചോദ്യം ചെയ്തു. ഓൾ ആർ റബ്ബിഷ് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാസിം അബ്ബാസിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഓൾ അതർ ഇഷ്യൂസ് ആർ നൗ സെറ്റ് അപ്പാർട്ട്. നൂറുകണക്കിന് ആളുകൾ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ തെരുവിൽ കൊല്ലപ്പെടുന്നതിൽ ആർക്കും പരാതിയില്ല. പൊളിറ്റീഷ്യൻസ് മത തീവ്രവാദികളുടെ വീട്ടിൽ പോയി ചർച്ച നടത്തുന്നതിലും സൽക്കാരം സ്വീകരിക്കുന്നതിലും യാതൊരു അപാകതയുമില്ല. മതത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിച്ച് അധികാരം പങ്കിടുന്നതിൽ ആർക്കും എതിർപ്പില്ല. പക്ഷേ ഒരു മാധ്യമ പ്രവർത്തക സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഏതെങ്കിലും ഒരു തീവ്രവാദിയുമായി അഭിമുഖം നടത്തിയത് റിപ്പോർട്ട് ചെയ്താൽ ഉടൻ പ്രശ്നമായി. പിന്നെ ആ തീവ്രവാദിയുമായി അവർക്കെന്താണ് ബന്ധം എന്ന ഒറ്റ കാര്യത്തിലാണ് എല്ലാവർക്കും തലവേദന. I can understand all this political stupidities. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കാന്നൊരു ചൊല്ലുണ്ടല്ലോ. ഇറ്റ്സ് നത്തിങ് അതർ ദാൻ ദാറ്റ്. ഈ സ്വാമി തപതീർത്ഥാനന്ദ കൊല്ലപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ആശങ്ക. യു നോ, ദി സ്വാമി വാസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കമ്മ്യൂണൽ ടെററിസ്റ്റ്. ഇയാൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഒട്ടേറെ വർഗീയ കലാപങ്ങൾ ഇനി സൃഷ്ടിക്കുമായിരുന്നു. ഗുജറാത്ത് സംഭവം ഉൾപ്പെടെയുള്ള കലാപങ്ങൾ ആസൂത്രണം ചെയ്തതിൽ ഈ സ്വാമിയും ഉണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. എന്നിട്ടും അയാൾ സർക്കാരുകളുടെ അതിഥിയായി നിരവധി സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് വർഗീയ വിഷം കുത്തിവെച്ചു, വിത്ത് ഫുൾ ഗവൺമെന്റ് ആൻഡ് പോലീസ് സെക്യൂരിറ്റി. അങ്ങനെ ഒരാൾ കൊല്ലപ്പെട്ടതാണ് നമ്മുടെ ഗവൺമെന്റിനെ അലട്ടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അയാൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ വർഗീയ കലാപത്തിൽ 200-ലേറെ ആൾക്കാർ മരിച്ചു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത തെരുവിലെ സാധാരണക്കാരായ പാവം മനുഷ്യർ. അവരുടെ കാര്യത്തിൽ ആർക്കും താല്പര്യമില്ല. ഒരു ഗവൺമെന്റിനും അവരെ വേണ്ട. സൈറ, ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് ഒരു മാധ്യമപ്രവർത്തകയുടെ കടമ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ ഓഫീസിലേക്ക് വരാൻ. ആൽക്കം മലീന, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. എന്റെ മനസ്സൊന്ന് ശാന്താവട്ടെ. I'll surely come. कैसे बिता कैसे बिता തീർത്ഥാനന്തയുടെ കൊലപാതകവുമായി ബന്ധമുള്ള അൽത്താഫ് എന്ന ഭീകരപ്രവർത്തകൻ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അൽത്താഫുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഇന്ത്യൻ ടെലിവിഷൻ MD നാസർ മല്ലിക്കിനെയും ന്യൂസ് റിപ്പോർട്ടർ സൈറ അലി ഹുസൈനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാമി തപതീർത്ഥാനന്തയുടെ കൊലപാതകവുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രശസ്ത സംഗീതജ്ഞൻ അലി ഹുസൈൻ്റെ മകളാണ് സൈറ അലി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ കാർത്തിക പരമേശ്വരൻ ലൈനിലുണ്ട്. ഹലോ കാർത്തിക. ഹലോ മഹേഷ്. തികച്ചും ആകസ്മികമായാണ് അൽത്താഫ് കൊല്ലപ്പെട്ടത്. നഗരത്തിലെ പ്ലാസ പാർക്കിന് മുൻവശത്ത് കാറിനുള്ളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെട്ട രണ്ടുപേരെ ചോദ്യം ചെയ്യുന്നതിനായി സമീപിച്ച പോലീസിന് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെക്കുകയായിരുന്നു ഭീകരർ. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ അൽത്താഫാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രണ്ടാമനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്കേറ്റ പോലീസുകാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സംഭവത്തിന് ശേഷമാണ് ഇന്ത്യൻ ടൈംസ് ടെലിവിഷൻ MD നാസർ മല്ലിക്കിനെയും റിപ്പോർട്ടർ സൈറ അലിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ TV MD നാസർ മല്ലിക് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരൻ അൽത്താഫുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. സൈറ അലിക്ക് ഇന്ത്യൻ TVയിൽ ജോലിക്കായി റെക്കമെൻഡ് ചെയ്തതും അൽത്താഫാണ്. അൽ ജിഹാദിയുടെ പല ഭീകര പ്രവർത്തനങ്ങൾക്കും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും നാസർ മല്ലിക്കും സൈറ അലിയുമാണ്. ഉസ്താദ് അലി ഹുസൈനെ പോലെ പ്രശസ്തനായ ഒരാളുടെ മകളെ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ കുറെ കൂടി വ്യക്തമായ തെളിവുകൾ ഉണ്ടാകേണ്ടതല്ലേ സർ? ഉസ്താദ് അലി ഹുസൈന്റെ പിതാവ് അഫ്സൽ ഹുസൈന് പാകിസ്ഥാൻ ചാരന്മാരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെട്ടിരുന്നത് നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? അത് തെറ്റാണെന്ന് സമ്മതിച്ച് ആഭ്യന്തര മന്ത്രാലയം തന്നെ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തിയിട്ടുള്ള വിവരം താങ്കൾക്കും അറിയാവുന്നതല്ലേ? ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈറയെ ഇതുമായി ബന്ധപ്പെടുത്തുന്ന ഒട്ടേറെ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാശ്മീരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ്
ബോംബാക്രമണം നടക്കുമ്പോൾ സൈറ അവിടെ ഉണ്ടായിരുന്നു. തപതീർത്ഥാനന്ദ കൊല്ലപ്പെടുമ്പോഴും സൈറ അവിടെ ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട തീവ്രവാദി അൽത്താഫ് സൈറയുടെ അടുത്ത സുഹൃത്തായിരുന്നു. മാത്രമല്ല, ഒളിവിൽ കഴിയുന്ന അൽ ജിഹാദി നേതാവ് ഖാസിമിനെ ഇന്റർവ്യൂ ചെയ്തതും സൈറയായിരുന്നു. അതെങ്ങനെ സാധ്യമായി? ഇതൊക്കെ വെറും ആകസ്മികമായ സംഭവങ്ങളല്ലേ സാർ? കൃത്യമായ തെളിവുകളൊന്നുമില്ലല്ലോ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. കൂടുതൽ തെളിവുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, സൈറ അലിയുടെ കാര്യത്തിൽ വേട്ടക്കാരനും ഇരയും ഒരാൾ തന്നെയാണെന്നല്ലേ സത്യം? മനസ്സിലായില്ല. സ്വാമി തപതീർത്ഥാനന്ദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുണ്ടായ വർഗീയ കലാപത്തിനിടയ്ക്ക് ആരൊക്കെയോ ചേർന്ന് സൈറ അലിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ആ പെൺകുട്ടിയുടെ മാനസിക നില ആകെ തെറ്റി. കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ വർഗീയ കലാപത്തിന് കാരണമായ കൊലപാതകം നടത്തിയതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് അവളെ തന്നെ പോലീസ് വേട്ടയാടുന്നു. ഇതിനു പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ് സാർ? സോറി, ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റഡ്. നോ മോർ കമന്റ്സ്. വൺ മോർ ക്വസ്റ്റ്യൻ സാർ. യെസ്. ഷീ ഈസ് എ വിക്ടിം ഓഫ് ഗ്യാങ് റേപ്പ്. പോലീസ് കസ്റ്റഡിയിൽ സൈറ എത്രമാത്രം സുരക്ഷിതായിരിക്കും? സൈറയെ ഒറ്റയ്ക്കൊരു സെല്ലിലാക്കിയിരിക്കുകയാണ്. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് അവൾ. അതെ സാർ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. സർ, കേസ് അന്വേഷണത്തിന് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ്? ഐ ആം സോറി, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെന്ന് സംസാരിച്ചിട്ട് വരാം. സാർ ഇവിടെ ഇരുന്നാൽ മതി. സർ, എൻ്റെ ഒപ്പം ഉസ്താദ് അലി ഹുസൈൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം പുറത്ത് കാത്തിരിക്കുകയാണ്. സൈറയെ ഒന്ന് കാണാൻ അദ്ദേഹത്തിന്. മിസ്റ്റർ ഗോവിന്ദരാജ്, ഈ കേസിന്റെ സ്വഭാവം ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് അറിയാമല്ലോ. ആരെയും കാണാൻ അനുവദിക്കുന്നതല്ല ജാമ്യം കിട്ടുന്നത് വരെ. ഐ നോ സർ, ബട്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഉസ്താദ് അലി ഹുസൈൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർമ്മ. നോ, ഐ ആം സോറി. കോടതിയുടെ അനുവാദമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ സർ, ആ കമ്മീഷണർ ഹിസ് എ ടഫ് ഗായ്. എനിവേ, നമുക്കൊന്നുകൂടി കോടതിയിൽ ജാമ്യം കിട്ടുമെന്ന് നോക്കാം. എനിക്ക് അവളെ ഒന്ന് കാണണം. സംസാരിക്കണ്ട, ദൂരെ നിന്ന്. ഷീ ഈസ് അണ്ടർ പോലീസ് റിമാൻഡ് സർ. കാണാൻ പറ്റില്ലെന്ന് കമ്മീഷണർ പറയുമ്പോൾ പിന്നീട് നമുക്ക് ഒന്നുകൂടി ശ്രമിക്കാം. സർ, സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് അനുകൂലമല്ല. എനിവേ, വി ക്യാൻ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. സ്വാമി തപതീർത്ഥാനന്ദയുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായ അൽ ജിഹാദി സംഘടനയിൽ അംഗമായിരുന്ന കൊല്ലപ്പെട്ട അൽത്താഫുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഇന്ത്യ ടെലിവിഷൻ ചാനൽ MD നാസർ മലിക്കിനും ഇതേ ചാനലിന്റെ ചീഫ് ന്യൂസ് റിപ്പോർട്ടറായ സൈറ അലി ഹുസൈനും കോടതി ജാമ്യം നിഷേധിച്ചു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി 14 ദിവസത്തേക്ക് കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. പ്രശസ്ത സംഗീതജ്ഞനായ ഉസ്താദ് അലി ഹുസൈന്റെ മകളാണ് സൈറ. ജാമ്യാപേക്ഷയിന്മേലുള്ള വിധികൾ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അകത്തേക്ക് വരാമല്ലോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തിനും. മനസ്സിലായില്ല. എനിക്കറിയാം. ഞാനുമായുള്ള ഇന്റർവ്യൂ സംപ്രേഷണം ചെയ്ത ശേഷമാണ് സൈറയ്ക്കെതിരെ അവർക്ക് സംശയമുണ്ടായത്. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സൈറയെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്കാവില്ല.
എന്ത് വില കൊടുത്തും സൈറയെ ഞങ്ങൾ പുറത്തിറക്കും. ഉസ്താദ്, താങ്കളും മകളും ഇനി അൽ ജിഹാദിയുടെ സംരക്ഷണയിലായിരിക്കും. കഴിഞ്ഞ 60 വർഷക്കാലം ഞാൻ ജീവിച്ചത് ആരുടെ സംരക്ഷണയിലല്ല. ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ഒരു സംഘടനയുടെ സംരക്ഷണം. ഉസ്താദിന് ഞങ്ങളെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല. എൻ്റെ ധാരണകൾ ശരിയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പോരാടുന്ന നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കേണ്ടി വന്നത് തന്നെ അപമാനമായി ഞാൻ കരുതുകയാണ്. ഇന്ത്യ ഇന്ത്യ ഇന്ത്യ, വാട്ട് ഇന്ത്യ ഉസ്താദ്? ഈ ഇന്ത്യ എങ്ങനെ നമ്മുടെ രാജ്യമാകും? നാനും ഉസ്താദുമൊക്കെ ഉൾപ്പെട്ട ഒരു സമൂഹത്തോട് എന്നും ക്രൂരമായി പെരുമാറുന്ന ഒരു രാജ്യമാണ് ഇത്. നമ്മുടെ സഹോദരന്മാരെ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്രൂരമായി പീഡിപ്പിക്കുന്നു. കാശ്മീരിൽ, മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ എല്ലായിടത്തും ഹിന്ദുത്വ തീവ്രവാദികൾ നമ്മുടെ സഹോദരന്മാരെ നിഷ്കരണം കൊലപ്പെടുത്തുന്നു. ഈ രാജ്യത്ത് നമുക്കെവിടെയാണ് അഭയം? അധികാരത്തിൽ നിന്ന്, സാമൂഹിക നീതിയിൽ നിന്ന് ഒക്കെ നമ്മെ ആട്ടിപ്പുറത്താക്കുന്നു. ഭീകരന്മാരെന്നും ചാരന്മാരെന്നും മുദ്രകുത്തി നിരന്തരം നമ്മെ വേട്ടയാടുന്നു. പറയൂ ഉസ്താദ്, ഒരു യഥാർത്ഥ മുസൽമാന് എങ്ങനെ ഈ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിയും? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിമുകൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ മാത്രം സ്ഥിതിയല്ല, എല്ലാ രാജ്യത്തിൻ്റെ അവസ്ഥയാണ്. പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ അല്ല, മനുഷ്യരാണ്, സാധാരണക്കാരായ മനുഷ്യർ. ആയിരിക്കാം, പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്റെ സഹോദരന്മാരെ പറ്റിയാണ്, മുസ്ലിം സഹോദരന്മാരെ പറ്റി. താങ്കളും അങ്ങനെ വേണം ചിന്തിക്കാൻ. ഞാൻ ചിന്തിക്കുന്നതും എൻ്റെ സഹോദരന്മാരെ പറ്റിയാണ്, എൻ്റെ എല്ലാ മനുഷ്യ സഹോദരന്മാരെയും പറ്റി. ഉസ്താദ്, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തു തന്നെയായാലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അൽ ജിഹാദിയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് സൈറയെ ഇവിടത്തെ ഭരണകൂടം അനാവശ്യമായി പീഡിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സൈറയ്ക്കും ഉസ്താദിനും ഒപ്പം നിൽക്കേണ്ടത് അൽ ജിഹാദിയുടെ കടമയാണ്. നിങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നോർക്കണം. നിങ്ങളുടെ സഹായം എനിക്കോ എൻ്റെ മക്കൾക്കോ ആവശ്യമില്ല. വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന ഞാൻ എല്ലാ അപകട സാധ്യതകളും അവഗണിച്ച് താങ്കളോട് സംസാരിക്കാനായി എത്തിയത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണ്. ഇത് സൈറയുടെയോ ഉസ്താദ് അലി ഹുസൈന്റെയോ മാത്രം പ്രശ്നമല്ല, ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സമൂഹത്തിന്റെയും പ്രശ്നമാണ്. അല്ല, ഇത് എൻ്റെയും എൻ്റെ മകളുടെയും മാത്രം പ്രശ്നമാണ്. മറ്റുള്ളവർക്കൊന്നും ഇതിൽ കാര്യമില്ല. ഉസ്താദ്, വാശി പിടിക്കരുത്. ഞങ്ങൾ സൈറയെ രക്ഷപ്പെടുത്തിയില്ല എങ്കിൽ ഇവിടുത്തെ നിയമം അവളെ തൂക്കിലേറ്റും. നിങ്ങളുടെ സഹായത്തോടെ രക്ഷപ്പെടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് കുറ്റവാളിയാണെങ്കിൽ അവൾ നിയമത്തിന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നതാണ്. ശരി ഉസ്താദ്, ഞാൻ ഇറങ്ങുന്നു. ഇൻഷാ അല്ലാഹ്. ഉസ്താദ്, നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്, പക്ഷേ അത് നിങ്ങൾ വിശ്വസിക്കുന്ന ഇസ്ലാം മതമല്ല. ഞങ്ങളുടെ സംഘടനയെ ഒരു മുസ്ലിം തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടന മാത്രമാണ്.
കോഫി. സൈറ, ഇനിയും എന്തിനാ ഈ വാശി? അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഞങ്ങളോട് സഹകരിച്ചാൽ നിങ്ങളെ മാപ്പസാക്ഷിയാക്കി വെറുതെ വിടാൻ കഴിയും. പറയൂ, ഖാസിം അബ്ബാസുമായി സൈറയ്ക്ക് എങ്ങനെയാണ് പരിചയം? എവിടെയാണ് അയാളുടെ ഒളിത്താവളം? തപതീർത്ഥാനന്ദയെ കൊലപ്പെടുത്താൻ അൽത്താഫിനോടൊപ്പം മറ്റാരൊക്കെ ഉണ്ടായിരുന്നു? കുട്ടി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം. പറയടി, അൽത്താഫ് നിന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? തപതീർത്ഥാനന്ദ കൊല്ലപ്പെട്ട് കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നീ എവിടെയാണ് ഒളിച്ചിരുന്നത്? ആരാണ് നിന്നെ ഒളിവിൽ പാർപ്പിച്ചത്? ആരുടെ ബുദ്ധി അനുസരിച്ചാണ് ബലാസംഗം ചെയ്യപ്പെട്ട മനോരോഗിയായി നീ അഭിനയിച്ചത്? അൽ ജിഹാദിയുമായി നിനക്കുള്ള ബന്ധം എന്താണ്? പറയടി, പറയാൻ. മോളെ, മോളെ, നാളെ നിങ്ങളും പോവുകയായി. എങ്ങോട്ടാ പോവാന്ന് അമ്മദിനും അറിയില്ല. എങ്കിലും പോയല്ലേ പറ്റൂ. അതാ അഭയാർത്ഥികളുടെ വിധി. പോകാൻ പറഞ്ഞാൽ പോണം. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എല്ലാവരും ഇവിടെ വിട്ട് പോണമെന്നാ പോലീസ് പറഞ്ഞത്. അപ്പൊ നിങ്ങളോ? അറുമുഖം പോകണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ നല്ല കൊയ്ത്തല്ലേ, പിന്നെ പോലീസിന് കൈക്കൂലി കൊടുത്തെന്നാ തോന്നണത്. ഞാനും പോകുന്നില്ല. എങ്ങോട്ട് പോകാനാ? എവിടെ ആയാലും ഇതുപോലൊക്കെ തന്നെ. കൈ ഉയർത്താൻ കഴിയുന്നിടത്തോളം കാലം ഈ ഡോലക്ക് വായിക്കാം. ആരെങ്കിലും എന്തെങ്കിലും തന്നാ വാങ്ങാം.
എനിക്കും എൻ്റെ കുട്ടിക്കും കഴിയാൻ അത് തന്നെ ധാരാളം. മാറനാട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം 8 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വർഗീയ കാപാലികരുടെ പൈശാചികമായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ മാറനാട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം 8 പേർ കൊല്ലപ്പെട്ട വർഗീയ കലാപത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ആഹ്വാനം ചെയ്തിരിക്കുന്ന ഹർത്താൽ നേരിടാൻ സംസ്ഥാന സർക്കാർ വ്യാപകമായ ഒരുക്കങ്ങൾ നടത്തി. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും റിസർവ് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് സംരക്ഷണയോടെ കോൺവോയായി സർക്കാർ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു. തലസ്ഥാനത്ത് വൻ പോലീസ് സന്നാഹവും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായി വർഗീയ രാഷ്ട്രീയ സംഘടനകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന മാറനാട് കടപ്പുറത്ത് ഇപ്പോൾ വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടപ്പുറത്തെ മിക്ക വീടുകളിലും ആൾതാമസമില്ല. ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലം തേടി പലായനം ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ കണ്ടുവരുന്നത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒട്ടേറെ സാംസ്കാരിക നേതാക്കൾ ഉത്കണ്ഠ രേഖപ്പെടുത്തി. നാളത്തെ ഹർത്താൽ സമാധാനപരമായിരിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഏതായാലും കാശ്മീരിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ല. എന്റെ ഫാത്തിമയും ആരിഫയും നഷ്ടപ്പെട്ട മണ്ണിലേക്ക് ഒറ്റയ്ക്ക് മടങ്ങി ചെല്ലാൻ വയ്യ. വേറെ എവിടെങ്കിലും ഒരു കട കിട്ടുമെന്ന് നോക്കണം. കട തുറന്നല്ല, ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒതുക്കുക. വളത്തോട്ട് പോ. നീ കണ്ടായിരുന്നോ? കണ്ടു സർ. അവരെത്ര പേരുണ്ടായിരുന്നു? ഒരു 4-5 പേരുണ്ടായിരുന്നു സർ. അത് കഴിഞ്ഞ് അവരെങ്ങോട്ടാ പോയെ? അങ്ങോട്ട് വലത്തോട്ട് ഓടി. ഇങ്ങോട്ട് പോയി. അവരപ്പോ അങ്ങോട്ടാ ഓടിപ്പോയത് അല്ലേ? അങ്ങോട്ട് ആ വഴി ഓടിപ്പോയി. നീ അങ്ങോട്ട് മാറിയില്ല. താനിങ് പാടും. അതെ, നിങ്ങളടുത്ത കച്ചവടക്കാരനല്ലേ? അതെ സർ. നിങ്ങളെ ഈ കൃത്യം കണ്ടായിരുന്നു? കണ്ടു സർ. അവരെത്ര പേരുണ്ടായിരുന്നു? 3-4 പേരുണ്ടായിരുന്നു. 4ഓളം പേര്. അവരുടെ കയ്യിലെല്ലാം ആയുധങ്ങളുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സർ. മോളിവിടെ നിൽക്കണ്ട. അതുവഴിയാ സാർ ഓടിപ്പോയത്. വാ, ഞാൻ വിളിക്കുമ്പോ സ്റ്റേഷനിൽ വരണം. വരാം സർ. മോൾ ഇവിടെ ഇരുന്നോ, ഒന്നും പേടിക്കണ്ട, ഞാനിപ്പോ വരാം. രണ്ടുപേരും ഇവിടെ ഉണ്ടാവണം സാർ. വണ്ടി എടുക്ക്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടാതെ കൺഫർമേഷൻ എന്തെങ്കിലും? അതെ, ഇങ്ങനെ ഒരു കേസാവുമ്പോൾ മർഡറിന്റെ പോസിബിലിറ്റി തള്ളിക്കളയാനാവില്ല.
कैसे बिता സൈറ 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 ബാബാ